ജൂൺ 20 വ്യാഴാഴ്ച. മത്തായി 6:7-15 വരെ വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും മൂക്കുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പേയിങ് ത്രൂ ദ നോസ് എന്നത് ഒരു സുപരിചിതമായ പ്രയോഗമാണ്. പുരാതന കാലത്ത് സെൻസസ് എടുക്കുമ്പോൾ മൂക്ക് എണ്ണുന്ന പ്രവൃത്തിയിലൂടെയാണ് ആളുകളുടെ എണ്ണം കണക്കാക്കിയിരുന്നതായി പറയപ്പെടുന്നു. നാം എപ്പോഴും ഉപയോഗിക്കുന്നൊരു ശരീര അവയവമാണ് മൂക്ക്. വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥമനുസരിച്ച് എല്ലാം ആരംഭിക്കുന്നത് മൂക്കിൽ നിന്നാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ നാസാദ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ഒരു ജീവിയായിത്തീർന്നു. എന്നിരുന്നാലും നമ്മിൽ മിക്കവർക്കും നമ്മുടെ ആരാധനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും മൂക്ക് വളരെ വിദൂരമാണ്. നമ്മുടെ കണ്ണുകളും ചെവികളും കൈകളും ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മൂക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് ഒരു ആരാധന അവയവമായി കണക്കാക്കുന്നില്ല. മൂക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മറന്നുപോയ ഒരു അവയവമാണ്. പ്രാചീനർക്കിടയിൽ ധൂപം ഉപയോഗിക്കുന്നത് ഒരു യാഗമായും പ്രാർത്ഥനയ്ക്കുള്ള സഹായമായും കണ്ടിരുന്നു. ധൂപത്തിൽ നിന്നുള്ള സുഗന്ധം ഉയരുമ്പോൾ മൂക്ക് പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ട് ദൈവത്തിൻ്റെ മൂക്കും സന്തോഷിച്ചതായി തോന്നുന്നു. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഗന്ധമാണ് ആ ധൂപത്തിന്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. വാക്കുകൾ മാത്രം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തുടങ്ങുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായും സന്നിഹിതരല്ല എന്ന്. ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ, പക്ഷേ എൻ്റെ മനസ്സ് മൈലുകൾ അകലെയായിരിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരെ ദൈവത്തെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നു. നമ്മളിൽ പലരും വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച ഒരു പ്രാർത്ഥനയാണിത്. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, ഈ പ്രാർത്ഥനയിലെ ഏത് വാക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും അർത്ഥവത്തായി തോന്നുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും? ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുക എന്നത് യേശുവിൻ്റെ ഏറ്റവും റാഡിക്കലായ ഒരു പ്രയോഗമായിരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തെ ഇസ്രായേലുടെ പിതാവായി അവതരിക്കപ്പെട്ടിരുന്നുവെങ്കിലും യഹൂദന്മാർ യഹോവയെ തങ്ങളുടെ പിതാവായി വിളിക്കാൻ മടി കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ പിതാവ് എന്ന് യേശു ദൈവത്തെ വിളിക്കുകയും അങ്ങനെ ചെയ്യാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തതിന് അന്നത്തെ മത നേതാക്കൾ അവിടത്തോട് ദേഷ്യപ്പെട്ടത്. എന്നിരുന്നാലും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവം നമ്മുടെ പിതാവാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാം. ഒരു പിതാവും മകനും അല്ലെങ്കിൽ മകളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ
വേറെ അടുത്ത ഏത് ബന്ധമാണുള്ളത്? ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എന്ന സർവനാമം ഉപയോഗിക്കുന്നു. നാം എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. തനിക്ക് അടുത്തറിയാമായിരുന്ന പിതാവിനോട് യേശു ശരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ പിതാവിനോട് സ്നേഹത്തിൻ്റെയും സ്തുതിയുടെയും പ്രാർത്ഥനയായി ഈ ജപം ചൊല്ലാം. യേശു നമ്മെ അടുത്തറിയുകയും എല്ലാ ദിവസവും നമ്മോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയം നമുക്ക് ഇന്ന് ബോധപൂർവം ഈ പ്രാർത്ഥന ചൊല്ലാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ നിധി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. കൂടാതെ അഗാധമായ സമാധാനവും നമ്മൾ കണ്ടെത്തും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.